ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 10, നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. കർത്താവെ, എന്തുകൊണ്ടാണ് അവിടുന്ന് അകന്ന് നിൽക്കുന്നത്? ഞങ്ങളുടെ കഷ്ടകാലത്ത് അവിടുന്ന് മറഞ്ഞിരിക്കുന്നത് എന്ത്? ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നത്? ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാത്തത് ഒരുപക്ഷെ നമ്മളെല്ലാവരും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം. നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും നമ്മുടെ കഷ്ടതയുടെ കാലത്ത് നമ്മിൽ നിന്ന് അകന്ന് നിൽക്കാറുണ്ട്. എന്നാൽ ദൈവവും നമ്മിൽ നിന്ന് അകന്ന് നിന്നാലോ? ഒരിക്കലും ദൈവം നമ്മിൽ നിന്ന് അകന്ന് നിൽക്കുന്നില്ല, ഒരിക്കലും നിൽക്കുകയില്ല. സങ്കീർത്തകനായ ദാവീദിൻ്റെ ജീവിതവും നീതിമാനായ ജോബിൻ്റെ ജീവിതവുമെല്ലാം പ്രത്യേകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം ഒരുപക്ഷെ പരീക്ഷണങ്ങൾക്ക് നമ്മെ വിട്ടുകൊടുത്തേക്കാം, പക്ഷെ ഒരിക്കലും ദൈവം നമ്മിൽ നിന്ന് അകന്ന് നിൽക്കുന്നില്ല, നമ്മുടെ കൂടെ തന്നെയുണ്ട്. എന്നാൽ നീതി നിഷേധകരായ ദുഷ്ടന്മാർ അപ്രകാരമല്ല ചിന്തിക്കുന്നത്. ദൈവം ഒന്നും കാണുകയില്ല എന്ന് കരുതിക്കൊണ്ടാണ് ഒരുപാട് തിന്മകൾ ചെയ്യുന്നതെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 10-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വചനങ്ങൾ പ്രകാരമാണ്: ദുഷ്ടൻ തൻ്റെ അഹങ്കാരത്തള്ളലാൽ അവിടുത്തെ അന്വേഷിക്കുന്നില്ല, ദൈവമില്ല എന്നാണ് അവൻ്റെ വിചാരം. അവൻ്റെ വായ് ശാപവും വഞ്ചനയും ഭീഷണിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിനടിയിൽ ദ്രോഹവും അധർമ്മവും കുടികൊള്ളുന്നു. ദൈവം മറഞ്ഞിരിക്കുന്നു, അവിടുന്ന് മുഖം മറച്ചിരിക്കുകയാണ്, അവിടുന്ന് ഒരിക്കലും ഇത് കാണുകയില്ല എന്ന് ദുഷ്ടൻ വിചാരിക്കുന്നു. എന്നാൽ ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. 14 മുതലുള്ള വചനങ്ങൾ ഇപ്രകാരമാണ്: അങ്ങ് എല്ലാം കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്. അങ്ങ് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. അതെ, കഷ്ടതകളും ക്ലേശങ്ങളും എല്ലാം അങ്ങ് കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, അവ അങ്ങ് ഏറ്റെടുക്കും. അതാണ് നീതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ നാം ഓരോരുത്തരും ദൈവത്തോട് ശരണപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടേണ്ടത്. അങ്ങ് കഷ്ടതകളെല്ലാം കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, അങ്ങ് അതെല്ലാം ഏറ്റെടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യാശ. 17 മുതലുള്ള വചനങ്ങൾ പ്രകാരമാണ്: കർത്താവ് എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും. അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. ദൈവം എളിയവരുടെ അഭിലാഷം നിറവേറ്റും, അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. അവിടുന്ന് അവർക്ക് എല്ലായ്പ്പോഴും ചെവി കൊടുക്കും. അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് എപ്പോഴും താങ്ങും തണലുമായി ദൈവമുണ്ടാകും എന്നൊരു വലിയ വാഗ്ദാനം ഈ സങ്കീർത്തനം നൽകുകയാണ്. 139-ാം സങ്കീർത്തനം ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ: എല്ലാം കാണുന്ന ദൈവം. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. 139-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വചനം: അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഒളിക്കും? ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അതിനേക്കാൾ ഉപരിയായി ദൈവം എല്ലായ്പ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആ ഒരു വലിയ വിശ്വാസം നമ്മുടെ ജീവിതത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.